Assalamualaikum. ഇന്നത്തെ റെസിപ്പി കുനാഫ വിത്ത് ചീസ്. കുനാഫ ഒരു അറേബ്യൻ ഡെസേർട്ടാണ്. വളരെ സ്വാദിഷ്ടമായ ഒരു സ്വീറ്റ് തന്നെയാണ് കുനാഫ. എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതുവരെ ഈ സ്വീറ്റ് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ. കുനാഫ ഡോ ഇപ്പോൾ നാട്ടിലും അവൈലബിൾ ആണെന്നാണ് പറയുന്നത് കേട്ടത്. ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ സൈനസ്ഫുഡ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ടച്ച് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള റെസിപ്പി ആണെങ്കിൽ മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം. കുനാഫ രണ്ട് വിധത്തിൽ ഉണ്ടാക്കാറുണ്ട്. കുനാഫ വിത്ത് ക്രീം അല്ലെങ്കിൽ കുനാഫ വിത്ത് ചീസ്. ഞാൻ രണ്ട് വിധം ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചീസ് കുനാഫയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 500 ഗ്രാമിൻ്റെ കുനാഫ ഡോ ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്യണം. ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. ഇന്നത്തെ റെസിപ്പി ഞാനും എൻ്റെ മോനും കൂടി ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ഇതുപോലെയാണ് ഡോ ഇരിക്കുക. അപ്പോൾ ഇതിങ്ങനെ നീളത്തിലാണ് ഇരിക്കുന്നത്. അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറുതായി കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കുനാഫ ഡോ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്യണം ഇതുപോലെ. പിന്നെ ഞാൻ കുറച്ച് ബട്ടർ ഇവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇത് 500 ഗ്രാം കുനാഫ ഡോ ഉണ്ട്. ബട്ടറിൻ്റെ കണക്ക് ഞാൻ പിന്നീട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുള്ളൂ. ഈ ഉരുക്കിയെടുത്ത ബട്ടർ കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്നത് എൻ്റെ മോനാണ്. അവൻ്റെ സ്പെഷ്യൽ വീഡിയോ ഒക്കെ വരുന്നുണ്ട് ഫില്ലിൻ്റെ. നന്നായി എല്ലാ ഭാഗത്തും നനഞ്ഞു വരണം. എന്നാലേ കുനാഫ നല്ല പെർഫെക്റ്റായി കിട്ടും. ഇതിൽ ബട്ടർ കുറഞ്ഞു പോയാൽ ഡ്രൈ ആയി പോവും കുനാഫ ചെയ്ത് വരുമ്പോൾ. അതുകൊണ്ട് ഒട്ടും കുറയും ചെയ്യരുത്, കൂടും ചെയ്യരുത്. ഇതിങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാ ഭാഗവും നനഞ്ഞു വരണം. ഇപ്പോൾ കുനാഫ ഡോയും ബട്ടറും ചേർത്ത് നന്നായി കമ്പൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 500 ഗ്രാം ഡോക്ക് ഞാൻ 125 ഗ്രാം ബട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. ഡോ ഇതുപോലെ നന്നായി നനഞ്ഞു വരണം. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുനാഫ ഡോ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാനുള്ള ട്രേ എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായി കുറച്ച് ഓറഞ്ച് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബട്ടറിൻ്റെ കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പുരട്ടി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് കളറ് വേണ്ട എന്നാണെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഞാനിപ്പോൾ കുറച്ച് ചേർത്തുള്ളൂ. സാധാരണ കുനാഫ ഇങ്ങനെ ഓറഞ്ച് കളറിലാണ് വരുന്നത്. കുറച്ച് കളർ മിക്സ് ചെയ്തിട്ട് തന്നെ വരാറ്. അതുകൊണ്ടാണ് ഞാനിതിവിടെ യൂസ് ചെയ്തത്. പിന്നെ എനിക്ക് ഫോട്ടോ എടുക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. ഞങ്ങളിപ്പോൾ ബട്ടർ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഡോയിൽ നിന്ന് ഇതുപോലത്തെ 2 ട്രേ ആണ് ചെയ്തെടുക്കുന്നത്. അതിനുള്ള ഡോ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി പകുതി ഈക്വലായി ഡിവൈഡ് ചെയ്തെടുക്കണം. അതായത് 2 ലെയറായിട്ടാണ് ഇത് വരിക. അതിനുശേഷം ഒരു ഭാഗം ഇങ്ങനെ ട്രേയിൽ നിരത്തി കൊടുക്കുക. ഈ ഡോ ഇതിൽ നിരത്തിയതിന് ശേഷം നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക.
ഇതുപോലെ നന്നായി പ്രസ് ചെയ്യുക. അരിക് പ്രത്യേകം പ്രസ് ചെയ്യണം. ഈ സൈഡും കൂടി ഇങ്ങനെ കയറ്റി ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഇപ്പോൾ ഡോ നന്നായി ഇതിൽ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ക്രീം ചീസ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ കിട്ടുന്നൊരു ക്രീം ചീസാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ദുബൈയിലാണെങ്കിൽ അക്കാവി ചീസ് കിട്ടുന്നുണ്ട്, അത് ഉപയോഗിക്കായിരിക്കും നല്ലത്. അവിടെയാണെങ്കിൽ ഞാൻ അതാണ് യൂസ് ചെയ്യാറ്, എനിക്കതാണ് നന്നായി തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾ ചീസ് ക്യൂബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 കപ്പ് പാലിൽ 1 ടീസ്പൂൺ കോൺഫ്ലോറും ചീസ് ക്യൂബും കൂടി ചേർത്ത് ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ച ചീസ് കുറച്ച് ലൂസായി തന്നെ ഇരിക്കുന്നത് ക്രീം ചീസാണ്. ഇത് നല്ല സ്വാദുള്ള ചീസ് തന്നെയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് കൂടി ചേർത്ത് കൊടുക്കണം. മൊസറല്ല ചീസ് കുറച്ച് അധികം ചേർക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്താൽ മതി, കണക്കൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ നിറയെ ചീസ് വിതറി കൊടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ള ഡോ കൂടി ഇതിൻ്റെ മുകളിലിട്ട് ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാൻ ചീസ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തപ്പോഴേക്ക് എൻ്റെ മോൻ വീണ്ടും വന്നു. അവനാ ചെയ്യുന്നതെന്ന് പറഞ്ഞു, കൂടെ ഫില്ലും. പിന്നെ അവരാണ് ബേക്ക് ചെയ്തെടുത്തത്, ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയതേ ഉള്ളൂ. ഫില്ലാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ഡോ ചീസിൻ്റെ മുകളിലിട്ട് കൊടുത്ത് വീണ്ടും ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അരികെല്ലാം നന്നായി പ്രസ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 150 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്യണം. ആദ്യം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിടണം. അതിന് ശേഷം 25 മിനിറ്റ് ബേക്ക് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ബേക്ക് ആവട്ടെ, അപ്പോഴേക്കും നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. അതിനുശേഷം അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഒരു നാരങ്ങയുടെ 1/4 ഭാഗം പിഴിഞ്ഞ് വെച്ചാൽ മതി. അതല്ലെങ്കിൽ 2 സ്പൂൺ നാരങ്ങ നീര് ഒഴിക്കുക. അതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഇനി ഷുഗറെല്ലാം നന്നായി അലിഞ്ഞു വരട്ടെ, അതുവരെ ഇങ്ങനെ തിളപ്പിക്കുക. നാരങ്ങ നീര് തിളക്കുന്നതിന് മുന്നേ തന്നെ ഒഴിക്കാം കേട്ടോ, തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സിറപ്പ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ കളർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുനാഫ ഡോയിൽ തന്നെ കളർ ചേർത്തതുകൊണ്ടാണ് ഇതിൽ ചേർക്കാത്തത്. അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ചില ആൾക്ക് സംശയം ഉണ്ടാവും, അവർ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ സിറപ്പിന് ഓറഞ്ച് കളറ്. അപ്പോൾ അതെന്താണെന്ന് വിചാരിക്കണ്ട. ഡോല് ചേർത്തിട്ടില്ല എങ്കിൽ ഈ സിറപ്പിൽ ചേർത്താൽ മതി. പക്ഷേ ഡോല് ഞാൻ ചേർത്ത പോലെ തന്നെ ചേർക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ കളറായി വരാറുണ്ട്. ഈ സിറപ്പ് ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ഇത് ഒരു നൂൽപ്പരുവം അങ്ങനെയൊന്നും ആവണ്ട. ജസ്റ്റ് ഷുഗർ ഒന്ന് മിക്സായി വന്നാൽ മതി. എന്നിട്ട് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോഴേക്കും സിറപ്പ് റെഡിയാവും. സാധാരണ ബിഗിനേഴ്സിനൊക്കെ ഒരു നൂൽപ്പരുവം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര തലവേദനയാണ്. അതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രം, അറിയുന്നവർ ക്ഷമിച്ചേക്ക്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്വീറ്റാണിത്. പക്ഷെ എല്ലാ ഷോപ്പിൽ നിന്നും വാങ്ങിക്കുമ്പോൾ അത്ര പെർഫെക്ഷൻ കാണാറില്ല. ദുബൈയിൽ കിസൈസിലൊരു ഷോപ്പുണ്ട്, അവിടുന്ന് ഞങ്ങൾ സാധാരണ വാങ്ങിക്കാറ്.
പിന്നെ ക്രീം കുനാഫ ചെയ്യുന്നതെങ്കിൽ അത് ഇത്ര സ്വാദ് ഉണ്ടാവില്ല. കൂടുതൽ സ്വാദ് ചീസ് കുനാഫ തന്നെയാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 3 മിനിറ്റ് തിളപ്പിച്ചപ്പോൾ തന്നെ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓറഞ്ച് ബ്ലോസം വാട്ടറോ അതല്ലെങ്കിൽ റോസ് വാട്ടറോ ചേർത്ത് കൊടുക്കാം. സാധാരണ എല്ലാ അറബിക് ഡിഷിലും ഉപയോഗിക്കുന്നതാണിത്. ഇത് രണ്ടും നല്ലൊരു ഫ്ലേവറിന് വേണ്ടി. എൻ്റെ അടുത്തിപ്പോൾ ഇത് രണ്ടും ഇല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഫ്രണ്ട്സ്, നമ്മുടെ കുനാഫ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി അത് പുറത്തെടുക്കാം. കുനാഫ നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഹായ്, നമ്മുടെ സൂപ്പർ ടേസ്റ്റി കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഈ റംസാൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സൈഡൊക്കെ നന്നായി പ്രസ് ചെയ്ത് കൊടുത്തതുകൊണ്ട് നന്നായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കണം. ഇത് നല്ല ചൂടുള്ളപ്പോൾ തന്നെ ഒഴിക്കണം, എന്നാലേ ഷുഗർ സിറപ്പ് ഇത് വലിച്ചെടുക്കൂ. ഫ്രണ്ട്സ്, ഈ ഷുഗർ സിറപ്പിലേക്ക് ഞാൻ 2 നുള്ളു കുങ്കുമപ്പൂ ചേർത്ത് കൊടുത്തിരുന്നു. അതാണ് മുകളിലേക്ക് കാണുന്നത്. ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം കുറച്ച് പിസ്ത വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ ഡോ കൊണ്ട് 2 എണ്ണം ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെന്ന്. അതിൽ ഒരെണ്ണമാണ് നേരത്തെ കാണിച്ചത്. അത് ഗാർണിഷ് ചെയ്തപ്പോൾ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഇത് ഗാർണിഷ് ചെയ്ത് കാണിക്കുന്നത്. ഞാൻ കുറച്ച് പിസ്ത വെച്ചാണ് ഇത് ഗാർണിഷ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.